അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബി സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കവിതകളാണ് മുഅല്ലഖാത്ത്. ജാഹിലിയ്യ കാലത്ത് സൂഖുഉക്കാൽ അടക്കമുള്ള സാഹിത്യ ചന്തകളെ അടക്കി ഭരിച്ചിരുന്ന കവികളാണ് ഈ മുഅല്ലഖാത്ത് രചിച്ചത്. മുഅല്ലഖാത്തിൻ്റെ രചയിതാക്കളായ കവികളുടെ ലോകത്തേക്ക് ഒരു സഞ്ചാരം നടത്താം. അൽ മുഅല്ലഖാത്ത് വ ശുഅറാഉഹ. ആദ്യമായി അറബി കവികളുടെ എക്കാലത്തെയും ഇതിഹാസം ഇമ്രുഉൽ ഖൈസ്. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലെ വരികളാണ്: ഖിഫാന ബികി മിൻ ദിക്റ ഹബീബിൻ വമൻസിലി ബിസിഖ്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി ഫതൂദിഹ ഫൽമിഖറാത്തി ലം യഅഫുർ ഇസ്മുഹാ ലിമാ നസജത്ഹാ മിൻ ജനൂബിൻ വശംഅലി തറാ ബഅറൽ ആറാമി ഫി ആറസാതിഹാ വഖിആനിഹാ കഅന്നഹു ഹബ്ബു ഫുൽഫുലി. ലോകത്തുള്ള സർവ്വ പ്രണയിനികൾക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട അറബി സാഹിത്യത്തിലെ പ്രണയ കവിതയായി ഇത് പരിഗണിക്കപ്പെടുന്നു. ഇമ്രുഉൽ ഖൈസ്. അദ്ദേഹം 501 മുതൽ 540 വരെയാണ് ജീവിച്ചത്. നജിദിൽ ജനിച്ച് അങ്കറയിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് അബുൽ ഹാരിസ് ജുൻദുഹ് ബിൻ ഹുജർ അൽ കിന്ദി. ജാഹിലിയ കാലത്തെ അമീറു ശുഅറ ആയി ഇദ്ദേഹം അറിയപ്പെടുന്നു. ത്വവീൽ എന്ന ബഹറിൽ 80ഓളം ബൈത്തുകളുള്ള മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. അദ്ദേഹം ദുൽ ഖുറൂഹ് എന്ന പേരിൽ അറിയപ്പെട്ടു. കാരണം അദ്ദേഹത്തിനൊരു വസൂരി പിടിപെട്ടിരുന്നു. അൽ മലിക്കുൽ ദലീൽ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. തൻ്റെ പിതാവിൻ്റെ പ്രതികാരത്തിനു വേണ്ടി തൻ്റെ അധികാരം ഉപേക്ഷിച്ച് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയതാണ് ഇതിന് കാരണം. അദ്ദേഹത്തിൻ്റെ പിതാവ് ബനു അസദിൻ്റെയും ഗത്ഫാൻ്റെയും അവസാനത്തെ രാജാവായിരുന്നു. ജാഹിലിയ കാലത്ത് ഏറ്റവും ആദ്യമായി മുഅല്ലഖാത്തിൽ ഇടം പിടിച്ച കവിത ഇമ്രുഉൽ ഖൈസിൻ്റേതാണ്. ഇമ്രുഉൽ ഖൈസ് എന്ന പേരിൻ്റെ അർത്ഥം ശക്തനായ മനുഷ്യൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രസിദ്ധമാണ്: റഹിമല്ലാഹു അബി. എൻ്റെ പിതാവ് എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച് യാത്രയായിരിക്കുന്നു. അൽ യൗമ ഖംറുൻ വഗദൻ അമ്രുൻ എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടു. ഇന്ന് കള്ളാണ്, നാളെ പ്രതികാരമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശുഅറാഉൽ മുഅല്ലഖയിൽ അടുത്തത് തറഫത്ത് ബിനുൽ അബ്ദ്. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലെ വരികളാണ്: ലഖൗലത അത്ലാലുൻ ബിബുർഖത്തി സഹ്മദി തലൂഹു കബാഖിൽ വഷ്മി ഫി ളാഹിരിൽ യദി വഖൂഫൻ ബിഹാ സ്വഹ്ബി അലയ്യ മതിയഹും യഖൂലൂന ലാ തഹ്ലിക് അസം വതജല്ലദി കഅന്ന ഹുദൂജൽ മാലികിയ്യതി ഗുദ്വതൻ ഖലായ സഫീനിൻ ബിൻ നവാസിഫി മിൻ ദദി. തറഫത്ത് ബിനുൽ അബ്ദ് 543 ജനിച്ചു. 569 മരണപ്പെട്ടു. ബഹ്റൈനിലെ മാലിക്കിയ ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. അംറു ബിനുൽ അബ്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് തറഫ. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അംറു ബിനുൽ ഹിന്ദ് എന്ന രാജാവിനെ പരിഹസിച്ച് കവിത ആലപിച്ചതിൻ്റെ പേരിൽ 26-ാം വയസ്സിൽ കൊല്ലപ്പെട്ടത് കാരണത്താൽ അൽ ഗുലാമുൽ ഖതീൽ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അശ്ശാഇറുൽ ഹജ്ജ എന്ന പേരിലും അദ്ദേഹം പ്രസിദ്ധനാണ്. ത്വവീൽ എന്ന ബഹറിൽ 104ഓളം ബൈത്തുകളുള്ള ദാലുകൊണ്ട് അവസാനിക്കുന്ന മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിക്കാറുണ്ടായിരുന്നു: സതുബ്ദി ലക്കൽ അയ്യാമു മാ കുൻത ജാഹില വയതീക ബിൽ അഖ്ബാരി മൻ ലം തസവ്വദി. ശുഅറാഉൽ മുഅല്ലഖയിൽ അടുത്തത് സുഹൈർ ബിൻ അബി സുൽമ. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലെ വരികളാണ്: അമിൻ ഉമ്മി ഔഫാ ദിംനതുൽ ലം തകല്ലമി ബിഹൗമാനതി ദുറാജി ഫൽമുതസല്ലമി വദാറുൽ ലഹാ ബിർറഖമതൈനി കഅന്നഹാ മറാജിഉ വഷ്മിൻ ഫി നവാശിർ മിഅസമി ബിഹൽ ഐനു വൽ അർആമു യംശീന ഖിൽഫതൻ വഅത്ലാഉഹാ യൻഹദ്ന മിൻ കുല്ലി മജ്സമി. സുഹൈർ ബിൻ അബി സുൽമ 520 മുതൽ 609 വരെയാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് സുഹൈർ ബിൻ അബി സുൽമ റബീഅത്ത് ബിൻ റബാഹ് അൽ മുസനി. മുസൈനയിൽ ജനിച്ചു. ത്വവീൽ എന്ന ബഹറിൽ
59ഓളം ബൈത്തുകളുള്ള മുഅല്ലഖ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. ഒരാൾ ഖസീദത്തുൽ ബുർദയുടെ രചയിതാവ് കഅബ് ബിൻ സുഹൈർ, രണ്ടാമത്തെ മകൻ ബുജൈർ ബിൻ സുഹൈർ. രണ്ടുപേരും ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഹൗലിയാത്ത് എന്നറിയപ്പെട്ടു. കാരണം ഒരു ഖസീദ രചിക്കാൻ 1 മാസവും അത് എഡിറ്റ് ചെയ്യാൻ 1 വർഷവും അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് റബീഅ, സഹോദരിമാർ സുൽമ, ഖൻസ, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ എല്ലാവരും കവികളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷായിറു ശുആറ ആണെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹമാണ് ഏറ്റവും പ്രകീർത്തിക്കുന്ന ബൈത്തിൻ്റെയും ഏറ്റവും സത്യസന്ധമായ ബൈത്തിൻ്റെയും ഏറ്റവും വ്യക്തമായ ബൈത്തിൻ്റെയും രചയിതാവ്. മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ അഹ്നഫ് ഇബ്നു ഖൈസിനോട് പറഞ്ഞിരുന്നു, അശ്ആറു ശുആറ സുഹൈർ ഇബ്നു അബി സുൽമയാണെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതകളിൽ പെട്ടതാണ് സഇംതു തകാലീഫൽ ഹയാതി വമൻ യഇശ് 80 ഹൗലൻ ലാ അബാ ലക യസ്അമി وأعلام ما في اليوم والأمس قبله ولكنني عن علم ما في غد عامي. ഷുഅറാഉൽ മുഅല്ലഖയിൽ അടുത്തത് ലബീദ് ബിൻ റബീഅ. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലെ വരികളാണ് അഫത്തിദ് ദിയാറു മഹല്ലുഹാ ഫമുഖാമുഹാ ബിമിനൻ തഅബ്ബദ ഗൗലുഹാ ഫരിജാമുഹാ ഫമദാഫിഉർ റയ്യാനി ഉർരിയ റസ്മുഹാ ഖലഖൻ കമാ ളമിനൽ വുഹിയ്യ സിലാമുഹാ ദിമൻ തജറമ ബഅദ അഹ്ദി അനീസിഹാ ഹിജജുൻ ഖലൗന ഹലാലുഹാ വഹറാമുഹാ. ലബീദ് ബിൻ റബീഅ 560 മുതൽ 661 വരെ ജീവിച്ചു. അബൂ ഉഖൈൽ ലബീദ് ബിൻ റബീഅ ബിൻ മാലിക് അൽ ആമിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം 1 കവിത മാത്രമാണ് ആലപിച്ചത്. താങ്കളുടെ 1 കവിത എനിക്ക് ആലപിച്ചു തരുമോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചപ്പോൾ, അള്ളാഹു എനിക്ക് ബഖറയും ആലു ഇമ്രാനും പഠിപ്പിച്ചു തന്നതിനു ശേഷം ഞാൻ കവിത ആലപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. കാമിൽ എന്ന ബഹറിൽ മീമു കൊണ്ട് അവസാനിക്കുന്ന 88 ബൈത്തുകളുള്ള മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്ന് 1000ഓളം ബൈത്തുകൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ മനഃപ്പാടമാക്കിയിരുന്നു. മുആവിയയുടെ ഭരണകാലത്തിൻ്റെ അവസാനത്തിൽ കൂഫയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു, കവികളിൽ വെച്ച് ഏറ്റവും സത്യസന്ധമായ കവിത പറഞ്ഞത് ലബീദ് ബിൻ റബീഅയാണ്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. അല്ലാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ്, എല്ലാ സുഖാനുഭൂതികളും നിസ്സംശയം മാഞ്ഞുപോകുന്നതാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആലപിച്ച കവിതയാണ് അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. ഇസ്ലാം പുൽകുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവ് തിരിച്ചെടുക്കാത്ത അള്ളാഹുവിന് സർവസ്തുതിയും. അടുത്തത് അൻതറത്ത് ബിൻ ഷദ്ദാദ്. വീരശൂര പരാക്രമിയായിരുന്ന അൻതറത്ത് ബിൻ ഷദ്ദാദിൻ്റെ മുഅല്ലഖയിലെ വരികളാണ് ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദമി അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി യാ ദാറ അബ്ലത ബിൽ ജവാഇ തകല്ലമി വഅമി സബാഹൻ ദാറ അബ്ലത വസ്ലമി ഫവഖഫ്തു ഫീഹാ നാഖതൈ വകഅന്നഹാ ഫദനുൻ ലിഅഖ്ദിയ ഹാജതൽ മുതലവ്വിമി. അൻതറത്ത് ബിൻ ഷദ്ദാദ് 525 മുതൽ 608 വരെയാണ് ജീവിച്ചത്. അൻതറത്ത് ബിൻ ഷദ്ദാദ് ബിൻ ഖുറാദുൽ അബ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിതാവ് അറബിയും മാതാവ് ഹബഷിയത്തുമായിരുന്നു. കാമിൽ എന്ന ബഹറിൽ 80ഓളം ബൈത്തുകളുള്ള മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായിരുന്നു തൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രിയായ അബ്ല ബിൻത് മാലിക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ വിവാഹത്തിന് സമ്മതിച്ചില്ല. അദ്ദേഹം വീരശൂര പരാക്രമിയായിരുന്നു. ദാഹിസ് ഗബ്ര യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ചില അറബികൾ തൻ്റെ ഗോത്രമായ അബ്സിനെ ആക്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, അൻതറ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാട്. അപ്പോൾ അൻതറ പറഞ്ഞു, ഞാൻ അടിമയാണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, നീ യുദ്ധം ചെയ്യ്, നീ സ്വതന്ത്രനാണ്.
അപ്പോൾ അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് എടുത്തുചാടി ഘോരമായ യുദ്ധത്തിനു ശേഷം ശത്രുക്കളെ പരാജയപ്പെടുത്തി എന്നാണ് ചരിത്രം. അംർ ഇബ്നു കുൽസൂം, അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലെ വരികളാണ്: അലാ ഹുബ്ബി ബിസ്വഹ്നികി ഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂറൽ അൻദരീന മുശഅശഅതൻ കഅന്നൽ ഹുസ്സ ഫീഹാ ഇദാ മൽ മാഉ ഖാലതഹാ സഖീന തജൂറു ബിദിൽ ബാനതി അൻ ഹവാഹു ഇദാ മാ ദാഖഹാ ഹത്താ യലീന. അംർ ഇബ്നു കുൽസൂം 450 മുതൽ 584 വരെ ജീവിച്ചു. അബുൽ അസ്വദ് അംർ ഇബ്നു കുൽസൂം ബിൻ മാലിക് ബിൻ അത്താബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജസീറത്തുൽ അറബിൻ്റെ വടക്കുഭാഗത്ത് ജനിച്ചു. ഷാമിലേക്കും ഇറാഖിലേക്കും നജ്ദിലേക്കും യാത്ര ചെയ്തു. യൂഫ്രട്ടീസ് ദ്വീപിൽ മരണപ്പെട്ടു. വാഫിർ എന്ന ബഹറിൽ നൂന് കൊണ്ട് അവസാനിക്കുന്ന 100ഓളം ബൈത്തുകളുള്ള മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. തൻ്റെ മാതാവ് ലൈല ബിൻത്ത് മുഹൽഹിലിനെ കൊണ്ട് അംർ ഇബ്നു ഹിന്ദിൻ്റെ മാതാവ് സേവനം ചെയ്യിപ്പിച്ചതിൻ്റെ പ്രതികാരം തീർക്കാൻ അംർ ഇബ്നു ഹിന്ദിനെ അദ്ദേഹം വധിച്ചു കളഞ്ഞു. ജാഹിലിയ കാലത്ത് നടന്ന അതിക്രൂരമായ വധങ്ങളിലൊന്നായി ഇത് പരിഗണിക്കപ്പെടുന്നു. തൻ്റെ 15ാമത്തെ വയസ്സിൽ തൻ്റെ ഗോത്രത്തിൻ്റെ നേതാവായി. അദ്ദേഹത്തിൻ്റെ ഗോത്രമായ തഗ്ലബ് പരാക്രമികളായിരുന്നു. ഇസ്ലാം വരാൻ വൈകിയിരുന്നെങ്കിൽ തഗ്ലബ് ഗോത്രം ജനങ്ങളെ കൊന്നു തിന്നുമായിരുന്നു എന്ന് പറയാറുണ്ട്. അടുത്തത് അൽ ഹാരിസ് ബിൻ ഹില്ലിസ. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലെ വരികളാണ്: ആദനത്നാ ബിബൈനിഹാ അസ്മാഉ റുബ്ബ സാവിൻ യുമല്ലു മിൻഹു സവാഉ ആദനത്നാ ബിബൈനിഹാ സുമ്മ വല്ലത് ലൈത ശിഅരി മതാ യകൂനു ലിഖാഉ بعد عهد لها ببرقة شماء فأدنى ديارها الخلصاء. അൽ ഹാരിസ് ബിൻ ഹില്ലിസ 580 മരണപ്പെട്ടത്. അൽ ഹാരിസ് ബിൻ ഹില്ലിസ ബിൻ മക്രൂഹ് ബിൻ ബുദൈദ് അൽ യഷ്കുരി എന്നാണ് പേര്. തൻ്റെ ഗോത്രമായ ബക്ർ ബിൻ വായിലിൻ്റെ പ്രധാനിയും പ്രഭാഷകനുമായിരുന്നു. ഖഫീഫ് എന്ന ബഹറിൽ ഹംസ കൊണ്ട് അവസാനിക്കുന്ന 85ഓളം ബൈത്തുകളുള്ള മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ അംർ ഇബ്നു കുൽസൂമിന് മറുപടിയായി അംർ ഇബ്നു ഹിന്ദിൻ്റെ കൊട്ടാരത്തിൽ ആലപിച്ചിരുന്നു. തൻ്റെ ഗോത്രത്തെക്കുറിച്ച് അദ്ദേഹം അഭിമാനം കൊള്ളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിമാനം കാരണത്താൽ അറബികൾക്കിടയിൽ ഒരു പഴഞ്ചൊല്ല് തന്നെ രൂപപ്പെട്ടു: അഫ്ഖറു മിനൽ ഹാരിസ് ബിൻ ഹില്ലിസ. ശുക്രൻ അല ദഅം ഇല ലിഖാ ഫിൽ ഹൽഖ അത്താലിയ. മഅസ്സലാമ.